പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്നതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം ജനതയെ കൊന്നൊടുക്കിയും അയൽരാജ്യമായ ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചും ശീലിച്ച ഒരു ഭരണകൂടത്തിന് എപ്പോഴെങ്കിലും സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ? പ്രമുഖ പാകിസ്ഥാനി ജേർണലിസ്റ്റ് മുയീദ് പീർസാദ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. 1971 യുദ്ധം മുതൽ ഇമ്രാൻഖാന്റെ ഇന്നത്തെ അവസ്ഥ വരെ നീളുന്ന ആ വഞ്ചനയുടെ കഥ നമുക്ക് പരിശോധിക്കാം. 1971 യുദ്ധാനന്തരം പാകിസ്ഥാൻ ഇന്ത്യയെ എങ്ങനെയൊക്കെ ചതിച്ചുവെന്നും സ്വന്തം സൈനിക സംവിധാനം രാജ്യത്തെ എങ്ങനെയാണ് അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നത് എന്നും അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഒരു പാകിസ്ഥാനി പൗരനിൽ നിന്നും, പ്രത്യേകിച്ച് പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നും ഇത്തരം ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. നമുക്കറിയാം, 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ അപ്പാടെ പരാജയപ്പെട്ടിരുന്നു. അന്ന് ഇന്ത്യയുടെ തടവിലുണ്ടായിരുന്ന 93,000 പാക് സൈനികരെ തിരികെ വിട്ടയച്ചത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കൂ എന്ന് അന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുയീദ് പീർസാദ പറയുന്നതനുസരിച്ച് ആ സൈനികരെ തിരികെ കിട്ടിയ നിമിഷം മുതൽ പാകിസ്ഥാൻ ആ കരാർ ലംഘിച്ചു തുടങ്ങിയെന്നാണ്. യുദ്ധാനന്തരം ഒപ്പുവെച്ച ഷിംല കരാറിലെ പ്രധാന വ്യവസ്ഥ കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ ഉഭയകക്ഷി തർക്കങ്ങളും മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നതായിരുന്നു. എന്നാൽ മുയീദ് പീർസാദ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തങ്ങളുടെ സൈനികരെ തിരികെ ലഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഈ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തി. ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചതെന്ന് ഒരു പാക് പൗരൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാനിന്റെ ഇരട്ടത്താപ്പ് ഇന്ന് അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം അവിടുത്തെ പഞ്ചാബ് കേന്ദ്രീകൃതമായ സൈനിക നേതൃത്വമാണെന്ന് പീർസാദ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ് കേന്ദ്രീകൃതമായ ആർമി നേതൃത്വമാണെന്ന് പീർസാദ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. 1971 കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ബംഗാളി ജനതയ്ക്ക് നേരെ നടന്ന കൂട്ടക്കൊലകൾ ഇതിന്റെ ആദ്യത്തെ കറുത്ത അധ്യായമായിരുന്നു. ഇനി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്താനും ജനാധിപത്യത്തെ നശിപ്പിക്കാനുമാണ് പാക് സൈന്യം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റിയത് മുതൽ ഇന്നത്തെ രാഷ്ട്രീയ അട്ടിമറികൾ വരെ ഇതിന്റെ തെളിവാണ്. ഓരോ കാലഘട്ടത്തിലും ജനകീയരായ നേതാക്കളെ അടിച്ചമർത്താനും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഇല്ലാതെയാക്കാനും പാകിസ്ഥാൻ സൈന്യം സ്വീകരിച്ചിട്ടുള്ള കിരാതമായ നടപടികൾ പീർസാദ വിശദീകരിച്ചു. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഒരു സൈന്യത്തിന് എങ്ങനെ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന പീർസാദയുടെ ചോദ്യം ഇന്ന് ഓരോ പാകിസ്ഥാനിയും സ്വയം ചോദിക്കേണ്ടതാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് തകർച്ചയിലേക്ക് നീങ്ങുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാൻ. ഈ ചർച്ചകൾക്ക് ഇപ്പോൾ ഇത്രയും ചൂടുപിടിക്കാൻ കാരണം മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയാണ്. അഴിമതി ആരോപണങ്ങളിൽ കുടുക്കി തടവിലാക്കപ്പെട്ട ഇമ്രാൻഖാന്റെ കാഴ്ചശക്തി ജയിലിനുള്ളിലെ പീഡനങ്ങൾ കാരണം ഗണ്യമായി കുറഞ്ഞുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയുടെ 15% മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയെയും സൈനിക ഇടപെടലുകളെയും സംശയനിഴലിലാക്കുന്നു. ഇത് കേവലം ഒരു തടവ് ശിക്ഷയല്ല, മറിച്ച് സൈന്യത്തിന് വഴങ്ങാത്ത ഒരു നേതാവിനെ സാവധാനം ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണെന്ന് പീർസാദ ഭയപ്പെടുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെടണമെന്നും ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ടീം ഇമ്രാൻഖാനെ പരിശോധിക്കണമെന്നുമാണ് പീർസാദ ആവശ്യപ്പെടുന്നത്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ വാതിലുകൾ മുട്ടി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഒരു അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ സംഘത്തെ ആവശ്യപ്പെടണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അധികാരത്തിന് വേണ്ടി ആരെയും ഇല്ലാതെയാക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്വഭാവം ഇമ്രാൻഖാന്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. പാകിസ്ഥാൻ സൈന്യം തങ്ങൾക്ക് ആവശ്യമില്ലാത്ത നേതാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് ഇമ്രാൻഖാൻ. ഇനി ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യതയില്ലാത്ത ഒരു രാജ്യത്തെ എങ്ങനെ ലോകം വിശ്വസിക്കും? ഒരു രാജ്യം അതിന്റെ അയൽ രാജ്യങ്ങളുമായും ലോക രാജ്യങ്ങളുമായും പുലർത്തേണ്ട വിശ്വാസ്യത തകരുമ്പോൾ അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇന്ത്യയുമായി സമാധാനം പറയുകയും ഉള്ളിൽ തീവ്രവാദത്തെ വളർത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ നയമാണ് അവരെ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തിയത്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താത്തതാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ ഗതികേടിന് കാരണം. 1971 ഇന്ത്യയോട് കാണിച്ച വഞ്ചന, അതായത് ഷിംല കരാറിലെ വഞ്ചന മുതൽ കാർഗിൽ യുദ്ധം വരെ നീളുന്ന ആ കറുത്ത ചരിത്രം പാകിസ്ഥാന്റെ വിദേശ നയത്തെ അവിശ്വസനീയമാക്കി മാറ്റിയിരിക്കുകയാണ്.
അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഒറ്റപ്പെടലിന് കാരണം ഇത്തരം ഇരട്ട താപ്പുകളാണെന്ന് പീർസാദ വിലയിരുത്തുന്നു. ഇന്ത്യയുമായി സമാധാനത്തിന്റെ പാത സ്വീകരിക്കുമെന്ന് പുറം ലോകത്തോട് പറയുമ്പോഴും ഉള്ളിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കരാറുകൾ ലംഘിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ രീതിയെ അദ്ദേഹം അപലപിക്കുന്നു. സത്യം വിളിച്ചു പറയാൻ സ്വന്തം നാട്ടിലെ മാധ്യമ പ്രവർത്തകർ പോലും മടിക്കുമ്പോൾ വിദേശത്തിരുന്ന് മുയീദ് പീർസാദ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുകയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സമാധാനപരമായ ഒരു ദക്ഷിണേഷ്യ കെട്ടിപ്പടുക്കുന്നതിനും പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ സൈനിക കേന്ദ്രീകൃതമായ ഭരണരീതി ഉപേക്ഷിക്കുക എന്നതാണെന്ന് ഈ ലേഖനം അടിവരയിടുന്നു. സ്വന്തം ജനതയെ അടിച്ചമർത്തുകയും അയൽ രാജ്യങ്ങളെ ചതിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് ദീർഘകാലം നിലനിൽക്കാനാവില്ല. ചരിത്രപരമായ തെറ്റുകൾ തിരുത്താനും ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറുകളോട് ആത്മാർത്ഥത കാണിക്കാനും പാകിസ്ഥാൻ തയ്യാറാകണം. ചുരുക്കത്തിൽ മുയീദ് പീർസാദയെ പോലെയുള്ളവർ സത്യം വിളിച്ചു പറയുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ചിന്താ വിപ്ലവത്തിന് കാരണമായേക്കാം. കാരണം സമാധാനം എന്നത് കേവലം കടലാസിലല്ല, ഒപ്പുകളല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിന്റെയും അതുപോലെ ആദരവിന്റെയും പ്രകടനം തന്നെയാണ്. ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ എന്നെങ്കിലും ഈ സത്യം തിരിച്ചറിയുമോ എന്നാണ്. സൈന്യം ഭരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് പാകിസ്ഥാൻ മടങ്ങി വരാതെ ആ രാജ്യത്തിന് രക്ഷയില്ല. ഇന്ത്യയോട് കാണിച്ച വഞ്ചനകൾക്ക് കാലം നൽകുന്ന മറുപടിയാണ് ഈ രാജ്യം അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.